ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. രാവിലെ പുട്ടവിക്കാമെന്ന് വിചാരിച്ചു. നല്ല അജ്മീർ അരിപ്പൊടി ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് പുട്ടായിട്ട് കിട്ടും. അങ്ങനെ പുട്ടവിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ പുട്ടുകുറ്റി അടുപ്പിൽ വെച്ചപ്പോഴേ ചാരു പറഞ്ഞു, എനിക്ക് പുട്ട് വേണ്ടമ്മ, എനിക്ക് പുട്ട് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ടാന്ന് പറയുമ്പോൾ വിട്ട് കളയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് ഒരു വെറൈറ്റി ആയിട്ടൊരു പുട്ടുണ്ടാക്കി കൊടുത്തു നോക്കാം. ഇതുവരെ അവൾക്കങ്ങനെ ഫുഡിൽ നമ്മൾ വെറൈറ്റികളൊന്നും ഇതുവരെയും പരീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി അതൊന്ന് പുട്ടിയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു ബീട്രൂട്ട് എടുത്ത് നല്ല വൃത്തിയായിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അതിനെ മിക്സിയിൽ അരിച്ച് പുട്ടിൻ്റെ മാവിലോട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ടൊരു തേങ്ങ പൊട്ടിച്ച്. സത്യം പറഞ്ഞാൽ തേങ്ങ നമ്മൾ പൊട്ടിക്കണതിന് മുമ്പ് ഒന്ന് നനച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് നനച്ചു കൊടുത്തിട്ട് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗം നന്നായിട്ട് പൊട്ടി വരുമെന്ന് ഇവിടുത്തെ അമ്മ പറഞ്ഞ് എനിക്കറിയാം. അങ്ങനെയാണ്, ഇതിൻ്റെ ഒരു ട്രിക്കാണ്. അത് കാണിച്ചു തരാനാണ് ഞാനത് ആ വീഡിയോയിൽ അത് കാണിച്ചത്. പിന്നെ തേങ്ങ കുറച്ച് അധികം തിരുവി വയ്ക്കും, നമുക്ക് ഉച്ചത്തെ ആവശ്യത്തിനും കൂടെ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ എപ്പോഴും കിടന്ന് തിരുവേണ്ട. അങ്ങനെ കുറച്ച് തേങ്ങയൊക്കെ തിരുവിയിട്ട് ഞാൻ പുട്ടവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എനിക്ക് സനലേട്ടന് ഞാൻ ബീട്രൂട്ടൊന്നും ചേർക്കാത്ത രീതിയിലുള്ള പുട്ടാണ് വെച്ചത്. കാരണം ഇനി ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി. അങ്ങനെ നമുക്ക് മാത്രം 2 കുറ്റി പുട്ട് അവിച്ചിട്ട് മോൾക്ക് ബീട്രൂട്ട് പുട്ട്. ഒരു കുറ്റി പുട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, പിന്നെ ഒരു ഭംഗിക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഭംഗിയിൽ ചെയ്യണമല്ലോ എന്ന് കരുതി മാത്രം 1 കുറ്റി പുട്ടിനെടുത്തു. ഒരടുപ്പിൽ കുടിക്കാനുള്ള വെള്ളം ആവുന്നുണ്ട്. അങ്ങനെ എൻ്റെ പുട്ട് വെന്തു. ഇത് നമുക്കിനി ചാരുവിന് കൊടുത്തു നോക്കണം. അവൾ കഴിക്കുമോ ഇല്ലേ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പരീക്ഷണമാണ്. പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? ആരും അങ്ങനെ അധികം കമൻ്റൊന്നും പറയാറില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റുകൾ പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റുകൾ പറയാം. അപ്പോൾ അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാം. അപ്പോൾ പുട്ട് തയ്യാറായി. ഇനി അതിൻ്റെ പാത്രത്തിലേക്ക് കൊടുത്ത് ഇനി ചാരുവിന് അത് കഴിപ്പിക്കുന്നത് ഒരു ടാസ്ക് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കൊണ്ടു ചെന്നപ്പോഴത്തേക്കും അവൾ ഇതെന്തൊരു സാധനം, ഇത് പുട്ടാണോ, ഇതെന്തിട്ട് ഈ പുട്ടിന് ഈ കളറ് എന്നൊക്കെ അവളിങ്ങനെ ചോദിച്ചെങ്കിലും പക്ഷേ റോബസ്റ്റ പഴം അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളതായതുകൊണ്ട് അവൾ അതിലങ്ങ് ഇതായി. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുത്തപ്പോഴത്തേക്കും അവൾ കഴിച്ചു നോക്കിയിട്ട് അവൾ കൊള്ളാമെന്ന് പറഞ്ഞു. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് വരുമോ എന്നെനിക്ക് പേടിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് നമുക്ക് ബീട്രൂട്ട് പുട്ടവിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.